സോ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടല്ലേ, ക്വസ്റ്റ്യൻ കണ്ടു. ഇനി ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ എക്സ്പെൻസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് അല്ലെങ്കിൽ പർച്ചേസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും പറയുന്നില്ല. പിന്നെ അത് കൂടാതെ ഇതുകൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രിഫറൻസ് ഷെയറും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയറും വരുന്നുണ്ടല്ലേ. സോ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്കറിയാം പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റംസ് നമുക്ക് ആദ്യം എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ നോട്ട്സ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം എന്താണ്, റവന്യൂസ് ആണ് കാണിക്കുന്നത് അല്ലേ. സോ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തരുന്നില്ല. പകരം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പോലെ ഏത് ഐറ്റം ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കറന്റ് ഇയറിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എമൗണ്ട് പറയുന്നത് അഥവാ 2,46,640 അല്ലെ, അതാണ് നമ്മൾ സെയിൽസിന് പകരം എടുക്കേണ്ട എമൗണ്ട്. സോ ടോട്ടൽ സെയിൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോഫിറ്റ് ഡ്യൂറിംഗ് ഇയർ എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്തുണ്ട്, അതിനോട് കൂടി ആഡ് അതർ എക്സ്പെൻസസ് ഉണ്ടാവും. സോ അതർ ഇൻകംസ്. സോ അതർ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഒരൊറ്റ ഐറ്റം മാത്രം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇൻകം ആയിട്ട് കണ്ടിട്ടുള്ളത് ഒരു ട്രാൻസ്ഫർ ഫീസ് എന്ന് പറഞ്ഞിട്ടാണ്. സോ അതുകൂടി കാണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഇൻകംസ് കാണാം. then എന്ത് ചെയ്യണം, അത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസസ് അതൊന്ന് ലെസ് ചെയ്യാനുണ്ട്. സോ പ്രധാനപ്പെട്ട എക്സ്പെൻസ് വീണ്ടും പറയണം, മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ പർച്ചേസ് ഇല്ല. ആൻഡ് ഓൾസോ ദർ ഇസ് നോ possibilities to find changes in material. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് അടുത്തതായിട്ട് കാണിക്കാൻ ഒരു ഐറ്റം നമ്മുടെ എംപ്ലോയീസ് ബെനിഫിറ്റ് ആണ് അല്ലെ. എംപ്ലോയീസ് ബെനിഫിറ്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഫിനാൻസ് കോസ്റ്റ് വരുന്നുണ്ട്. സോ ഫിനാൻസ് കോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ വരുന്നുണ്ട്, അമോർട്ടൈസേഷൻ. ആൻഡ് അത് കഴിഞ്ഞാൽ വരുന്നുണ്ട് അതർ എക്സ്പെൻസസ്, അതർ എക്സ്പെൻസസ് വരുന്നുണ്ട്. then എന്ത് ചെയ്യും, നമ്മൾ ടോട്ടൽ എക്സ്പെൻസസ് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തും. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് നോട്ട്സ് ടു അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സോ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ആദ്യം കാണിക്കാനുള്ളത് എന്താണ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ നമുക്ക് ഇവിടെ കാണിക്കാനില്ല. അതേപോലെ തന്നെ പർച്ചേസ് ഇല്ല. ദെൻ ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ ഇല്ല. ബിക്കോസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ആകെ ഏത് മാത്രമാണ്, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അത് യൂസ് ചെയ്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ അതേപോലെ തന്നെ ആ പർച്ചേസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. സോ ആ മൂന്ന് ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഏതാണ്, അത് കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് വരുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ് കോസ്റ്റ് ആണ്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ്, എംപ്ലോയീസ് ബെനിഫിറ്റ്. സോ ഈ ഒരു ഹെഡിങ് കണ്ടാൽ നമുക്ക് ഒരു ഐറ്റം മാത്രം വരുന്നത്, ദാറ്റ് ഈസ് സാലറി ആൻഡ് വേജ്. സാലറി ആൻഡ് വേജ് എമൗണ്ട് വന്നിട്ടുള്ളത് 32,000. സോ നമ്മൾ ഫസ്റ്റ് ഐറ്റം എംപ്ലോയീസ് ബെനിഫിറ്റ് ആണ്. അതിൽ വരുന്നത് സാലറി ആൻഡ് വേജ് മാത്രം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐറ്റം ആണ് ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റ് മുൻപ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഫിനാൻസ് കോസ്റ്റിന് അണ്ടറിൽ വരുന്നത് നമ്മൾ ഇത് കാണിച്ചു, നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ കാണിച്ചില്ല. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഇല്ല, പക്ഷെ നമുക്ക് കാണിക്കാൻ മറ്റൊരു ഐറ്റം ഉണ്ട്. ഏതാണ് ഐറ്റം, പ്രിഫറൻസ് ഷെയറിന്റെ മുകളിൽ കൊടുക്കുന്ന ഡിവിഡൻഡും ആൻഡ് ആൾസോ ദ CDT. അപ്പൊ നമ്മൾ ഈ പ്രിഫറൻസ് ഷെയറിന്റെ മുകളിൽ കൊടുക്കുന്ന ഡിവിഡൻഡും CDT എന്തുകൊണ്ടാണ് ഫിനാൻസ് കോസ്റ്റ് കാണിക്കുന്നത്, ബിക്കോസ് ഫിനാൻസ് കോസ്റ്റ് മീൻസ് ദാറ്റ് ഫിനാൻസ് കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ സ്വന്തം ക്യാപിറ്റൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ബിസിനസിന്റെ ക്യാപിറ്റലിലേക്ക് പുറത്തുനിന്ന് നമ്മൾ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻ ദി ഫോം ഓഫ് പ്രിഫറൻസ് ഷെയർ, ഡിബെഞ്ചർ, ലോൺ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, നമ്മുടെ ഈ ഒരു ഫിനാൻസ് കോസ്റ്റിന് അണ്ടറിൽ വരുന്നത്. സോ ഇവിടെ നമുക്ക് ഡിബെഞ്ചർ ആണെങ്കിലും ലോൺ ആണെങ്കിലും പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും ഒക്കെ അത് നമുക്ക് ഇവിടെ കാണിക്കാം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് പറയുന്നുണ്ട്, നമ്മളോട് പ്രിഫറൻസ് ഷെയറിന്റെ കേസ് പറയുന്നില്ല. സോ പ്രിഫറൻസ് ഷെയറിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 7% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 7% ഡിവിഡൻഡ് നമ്മളിവിടെ കാണിക്കണം. ആൾസോ ദി CDT ഓൺ ദി ഡിവിഡൻഡ്. സോ പ്രിഫറൻസ് ഷെയറിന് മുകളിലുള്ള ഡിവിഡൻഡ് ആണ്, ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് 7% നമ്മൾ പറയുന്നത് എത്ര എമൗണ്ട് തന്നിട്ടുള്ളത്, 21,000, 21,000. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇതേ ഡിവിഡൻഡ് നമുക്ക് CDT കൊടുക്കണം അല്ലെ. സോ CDT വിൽ ബി ഈക്വൽ ടു 21,000 ആദ്യം ഗ്രോസ് ആക്കണം. സോ ഡിവൈഡഡ് ബൈ 8 into 100 into സമം അല്ലെ, അത് ആ കിട്ടിയ എമൗണ്ട് നമ്മൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 40.472. സോ നമുക്ക് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് 4,316 അഥവാ 21,085 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആൻഡ് 100 മൾട്ടിപ്ലൈ ചെയ്യാം. ആ കിട്ടിയ എമൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം, ആ കിട്ടിയ എമൗണ്ടിന്റെ 17.472 കാൽക്കുലേറ്റ് ചെയ്യാം. സോ അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 4,316. സോ ടോട്ടൽ എമൗണ്ട് എത്ര ആയിരിക്കും, 23,360. നെക്സ്റ്റ് ഫിനാൻസ് കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അപ്പൊ നമുക്ക് 2-3 വ്യത്യസ്തമായിട്ടുള്ള ഫിക്സഡ് അസറ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഫാക്ടറി പ്രീമൈസസ്. സോ ഡിപ്രീസിയേഷൻ ഓൺ ഫാക്ടറി പ്രീമൈസസ്. സോ
സോ ഫാക്ടറി എക്യുപ്മെന്റ്സ് ആണ്. അതിൽ 4,50,000 ഫാക്ടറി എക്സ്പെൻസസ് ഫാക്ടറി ഫീ പ്രീമൈസസ് തന്നിട്ടുണ്ട്. അതിന് മുകളിൽ എത്ര 3%. 4,50,000 മുകളിൽ 3% എന്ത് ചെയ്യണം ഡിപ്രീസിയേഷൻ കൊടുക്കാനുണ്ട്. എമൗണ്ട് 13,500. ഇനി രണ്ടാമത്തത് ഏതാണ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. ടോട്ടൽ എമൗണ്ട് നമുക്ക് 3,49,000 3,49,160 മുകളിൽ എത്ര 15% ഡിപ്രീസിയേഷൻ കൊടുക്കാനുണ്ട്. എമൗണ്ട് 52,374. ലാസ്റ്റ് വന്നിട്ടുള്ളത് ഓൺ മോട്ടോർ ലോറീസ് ഉണ്ട്. സോ ടോട്ടൽ എമൗണ്ട് 73,000 മോട്ടോർ ലോറീസ് ആണ്. അതിന് മുകളിൽ എത്ര 20% ഡിപ്രീസിയേഷൻ കൊടുക്കാനുണ്ട്. എമൗണ്ട് 14,600. സോ അതാണ് ടോട്ടൽ. സോ ഈ 3 ഡിപ്രീസിയേഷൻ ആഡ് ചെയ്ത് ഫൈനൽ എമൗണ്ട് മാത്രം നമുക്ക് പ്രോഫിറ്റ് അക്കൗണ്ട് എഴുതിയാൽ മതി. ആഡ് ചെയ്യുന്ന സമയത്ത് 80,474 ടോട്ടൽ എമൗണ്ട് കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇനിയുള്ളത് അതർ എക്സ്പെൻസസ് ആണ്. അതർ എക്സ്പെൻസസിന് അണ്ടറിൽ കുറച്ച് അധികം ഐറ്റംസ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് അതർ എക്സ്പെൻസസ് നോക്കാം. സോ നെക്സ്റ്റ് അതർ എക്സ്പെൻസ് ആണ് അടുത്തതായിട്ട് വരുന്നത്. അതിന് അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സ്. സോ എമൗണ്ട് വന്നിട്ടുള്ളത് 28,400. 28,400 ആണ് റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സ് ഉള്ളത്. പിന്നീടുള്ളത് ഓഡിറ്റ് ഫീസ്, മറ്റൊരു എക്സ്പെൻസ് ആണ് ഓഡിറ്റ് ഫീസ്. സോ ഓഡിറ്റ് ഫീസ് എമൗണ്ട് വന്നിട്ടുള്ളത് 10,000. ദെൻ നെക്സ്റ്റ് ഐറ്റം അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ് എമൗണ്ട് വന്നിട്ടുള്ളത് 19,500 ഉണ്ട്. അടുത്ത എക്സ്പെൻസ് വന്നിട്ടുള്ളത് ഡയറക്ടേഴ്സ് ഫീസ് വന്നിട്ടുണ്ട്. എമൗണ്ട് 3,600 ഡയറക്ടേഴ്സ് ഫീസ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം ബാഡ് ഡെപ്റ്റ്. സോ ബാഡ് ഡെപ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പ്രത്യേകിച്ച് നോക്കുക. ബിക്കോസ് ബാഡ് ഡെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. സോ ക്വസ്റ്റ്യൻ ഈ വർഷം അഥവാ നമുക്ക് ബാഡ് ഡെപ്റ്റ് ആയിട്ട് ഓൾറെഡി നമ്മൾ എഴുതി തലയിലാണ്. ബാഡ് ഡെപ്റ്റ് മീൻസ് നമ്മൾ ഡെപ്റ്റേഴ്സിന് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് എന്ത് ചെയ്യണം റൈറ്റ് ഓഫ് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ മുൻപ് എത്ര റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് 2,850. സോ 2,850 ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് റൈറ്റ് ഓഫ് ചെയ്തതിന്റെ ബാക്കി എമൗണ്ട് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നത് എത്ര 1,21,780. അതായത് നമ്മുടെ 2,850 രൂപ ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ബാലൻസ് ആണ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആയിട്ട് തന്നിട്ടുള്ളത് എത്രയാണ് 1,21,750. ഇനി ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ്മെന്റ് അഗൈൻ എന്ത് പറയുന്നുണ്ട് ഈ വർഷം നമ്മൾ അഗൈൻ എത്ര കൊടുക്കുന്നുണ്ട് 10,200 രൂപ വീണ്ടും കൊടുക്കില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബാഡ് ഡെപ്റ്റിനോട് കൂടി ഏത് ആഡ് ചെയ്യണം കറണ്ട് ഇയറിലെ ബാഡ് ഡെപ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. സോ എമൗണ്ട് വന്നിട്ടുള്ളത് 10,200 രൂപ. 10,200 രൂപ എന്ത് ചെയ്യുന്നുണ്ട് കറണ്ട് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ എമൗണ്ട് 13,050 രൂപ. 13,050 രൂപ എന്ത് ചെയ്യുന്നുണ്ട് ടോട്ടൽ ബാഡ് ഡെപ്റ്റ് വരുന്നുണ്ട്. ദെൻ ബാഡ് ഡെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ഐറ്റം കൂടി തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ ക്രെഡിറ്റ് സൈഡിൽ അതായത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ഈ ഒരു ഐറ്റം മുൻപ് നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ക്വസ്റ്റന്റെ ക്രെഡിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റന്റെ ക്രെഡിറ്റ് സൈഡ് ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഇൻകം ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ലയബിലിറ്റി ആയിരിക്കും. ഇവിടെ നമ്മൾ ഇൻകം ആയിട്ടാണ് എന്തിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇൻകം എന്ന് വെച്ചാൽ മുൻപ് നമ്മൾ എന്ത് ചെയ്യാൻ ഇത്തരത്തിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊവിഷൻ ആയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ പ്രൊവിഷൻ ആയിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം അത്തരത്തിൽ നമുക്ക് ക്വസ്റ്റന്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓൾഡ് പ്രൊവിഷൻ ആയിട്ട് എന്ത് ചെയ്യണം ഇതുവരെ ഉള്ളതിനെ നമ്മൾ അത് ലെസ് ചെയ്യണം. സോ ലെസ് ഓൾഡ് പ്രൊവിഷൻ. അപ്പൊ ക്വസ്റ്റന്റെ ക്രെഡിറ്റ് സൈഡ് ഇങ്ങനെ ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഓൾഡ് പ്രൊവിഷൻ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം ലെസ് ചെയ്യാം. സോ ഓൾഡ് പ്രൊവിഷൻ ആയിട്ട് ഒരു ക്വസ്റ്റൻ പറയുന്നത് 9,000 അല്ലെ. സോ ബാക്കി എമൗണ്ട് എത്ര ആയിരിക്കും 4,050. ഇനി എന്ത് ചെയ്യാം ടോട്ടൽ അതർ എക്സ്പെൻസസ് ഒന്ന് ആഡ് ചെയ്യാം. ബിക്കോസ് ടോട്ടൽ എക്സ്പെൻസ് മാത്രമേ നമുക്ക് ഇവിടെ എഴുതിയാൽ മതി പ്രോഫിറ്റ് അക്കൗണ്ട് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 65,550. സോ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ട് തന്നിട്ടുള്ള ഐറ്റംസ്. നമ്മൾ നോട്ട്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യാം ഈ ഫിഗേഴ്സ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ നോട്ട്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യണം നോട്ട്സ് അക്കൗണ്ടിൽ കണ്ട എമൗണ്ടുകൾ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആൻഡ് അതർ ഇൻകം നമ്മളെ നോട്ട്സ് അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ല. നമുക്ക് എന്ത് അത് കാണിക്കാം. നമ്മളത് വിട്ടുപോയതാണ്. സോ റവന്യൂ ഫ്രം ഓപ്പറേഷൻ പറഞ്ഞിട്ട് നമുക്ക് നോട്ട്സ് അക്കൗണ്ടിൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കാം. ആൻഡ് അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ഫർ ഫീസിന് കാണിക്കാം. സോ ഞാനവിടെ വിട്ടുപോയതാണ്. എന്ത് ചെയ്യാം നമ്മൾ അവിടെ കാണിച്ച എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. സോ ഫസ്റ്റ് ഐറ്റം റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് അതിന്റെ പോലെ തന്നെ അത് ഏതാണ് കറന്റ് ഇയറിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്ന എമൗണ്ട് തരുന്നുണ്ട്. അത് എത്ര 2,46,640.
സോ അതാണ് നമ്മളെ കറണ്ട് ഇയറിന്റെ ടോട്ടൽ റവന്യൂ. അത് കഴിഞ്ഞാൽ ഏത് കൂടിയുണ്ട്, ഒരു ട്രാൻസ്ഫർ ഫീ ആയിട്ട് ജസ്റ്റ് ഒരു 110 പറയുന്നുണ്ട്. 110 ഈ രണ്ട് എമൗണ്ട് നമുക്ക് നോട്ട്സ് അക്കൗണ്ട് ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്യാം, അത് രണ്ടും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് 2,46,750 ആണ് നമ്മുടെ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ അല്ലെ, റവന്യൂ ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് താഴെയുള്ള എക്സ്പെൻസസ് കൂടുതൽ അപ്ലൈ ചെയ്യാം. സോ എക്സ്പെൻസസിന് ആദ്യം വരുന്നതാണ് എംപ്ലോയീസ് ബെനിഫിറ്റ്. ഈ നമ്പറിൽ നമുക്ക് സെയിൽസ് ആൻഡ് വേജസ്, സാലറി ആൻഡ് വേജസ് ആണ് വരുന്നത്. അത് എത്ര എമൗണ്ട്, 32,000 ആണ് സാലറി ആൻഡ് വേജസ്. പിന്നീടുള്ളത് ഫിനാൻസ് കോസ്റ്റ് അല്ലെ, ഫിനാൻസ് കോസ്റ്റില് പ്രിഫറൻസ് ഷെയറിന്റെ മാത്രം ഡിവിഡൻഡും സീലിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 25,360 നമ്മുടെ ഡിവിഡൻഡ് പ്ലസ് സീലിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. 3 ഫിക്സഡ് അസറ്റിന് മുകളിൽ ഡിപ്രീസിയേഷൻ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് 80,474 ആണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ തന്നിട്ടുള്ളത്. ഇനിയുള്ളത് അതർ എക്സ്പെൻസസ് അല്ലെ. അതർ എക്സ്പെൻസസിന് ഒരു 5-6 ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം കൂടി ആഡ് ചെയ്ത സമയത്ത് കിട്ടിയത് 65,550, 65,550. ഇനി എന്ത് ചെയ്യണം, ടോട്ടൽ എക്സ്പെൻസസ് കൂടി ആഡ് ചെയ്യണം. ടോട്ടൽ എക്സ്പെൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2,03,340, 2,03,340. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. സോ ലെസ് ചെയ്യുന്ന സമയത്ത് 43,410 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് എഴുതുന്നു. ബിക്കോസ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ, കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ആണ് 43,410 അല്ലെ. നമ്മൾ എന്ത് പറയുന്നത്, ക്വസ്റ്റ്യന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മളോട് പറയുന്നത് ഇഗ്നോർ ടാക്സേഷൻ ആൻഡ് ട്രാൻസ്ഫർ ടു റിസർവ്. റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും അതേപോലെ തന്നെ ടാക്സ് ഒക്കെ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യാൻ പറയുന്നുണ്ട്. അത്തരം ഐറ്റംസ് ഒന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ കൺസിഡർ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ടോട്ടൽ പ്രോഫിറ്റ് കണ്ട് അതിന്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ എന്നിട്ട് ടാക്സ് മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സേഷൻ എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ടാക്സിന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പാടെ ഒഴിവാക്കാണ്. സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു ഡിഫറൻറ്റ്. മറ്റു ക്വസ്റ്റ്യനിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻറ്റ് ആക്കുന്ന 4 കാര്യം. സോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാം, ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതല്ലാത്ത ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോഫിറ്റ് ആണ് എത്ര, 43,410. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. സോ നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ്.